എങ്ങനെ ഒരു ജോയിൻറ്റ് പ്രിസർവ് ചെയ്യാം? ഓർത്തോപീഡിക്സ് ഒപിഡിയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് മുട്ടുവേദന അല്ലെങ്കിൽ നീ പെയിൻ. യങ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതലായി സ്പോർട്സ് ഇഞ്ചുറീസ് അതല്ലെങ്കിൽ മെനിസ്കസ് ടയർ ലിഗമെന്റ് ഇഞ്ചുറീസ് ആണ് കൂടുതലെങ്കിൽ ഒരു 50 years കഴിഞ്ഞ ആൾക്കാരിൽ കൂടുതലായി തേയ്മാനം അഥവാ ആർത്രൈറ്റിസ് ആണ് മുട്ടുവേദനയുടെ കാരണം. ആർത്രൈറ്റിസിന്റെ ഗ്രേഡ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റും വേരി ചെയ്യും. ഒരു സ്റ്റേജ് 4 ആർത്രൈറ്റിസ് ആണെങ്കിൽ സർജറിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സാധാരണ ആർത്രൈറ്റിസ് ഒരു 10-15 years കൊണ്ടാണ് പ്രോഗ്രസ് ചെയ്ത് സ്റ്റേജ് 1 ഒരു സ്റ്റേജ് 4 സർജറി വേണ്ടി വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ഇപ്പോൾ വേറെ ആർത്രൈറ്റിസ് എക്സാമ്പിൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് ആക്സലറേറ്റ് ചെയ്ത് ഒരു 5 to 7 years ഒരു സിവിയർ ആർത്രൈറ്റിസ് സ്റ്റേജിലേക്ക് എത്തുന്നതാണ്. ജോയിൻറ്റ് പ്രിസർവ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അത് ഏത് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുന്നതും അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. ലെറ്റ്സ് സേ സ്റ്റേജ് 1 ആണെങ്കിൽ വളരെ ചെറിയ ചേഞ്ചസ് മാത്രമേ നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റൂ. ഈ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ്ങും ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ്ങും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് പ്രോഗ്രഷൻ ഒരു പരിധി വരെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് 2-ൽ കുറച്ചും കൂടെ എക്സ്റേയിൽ ചേഞ്ചസ് കാണാൻ പറ്റും. ജോയിൻറ്റ് സ്പേസ് റിഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ആവും. ഈ ഒരു സ്റ്റേജിലും നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ, നമ്മുടെ ലിഗമെൻറ്റ്സ്, നമ്മുടെ മസിൽസ്, ജോയിൻറ്റിനു ചുറ്റുമുള്ള മസിൽ സ്ട്രെങ്ത് ചെയ്യുന്നതിൽ വെച്ച് നമുക്ക് ഒരുപാട് പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റേജ് 3-ലാണ് ഒരു സർജറി വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. സ്റ്റേജ് 4-ൽ സർജറി എന്തായാലും വേണ്ടി വരുമെങ്കിലും സ്റ്റേജ് 3-ൽ നമുക്ക് ഒരു ആധുനികമായ പല ടെക്നിക്സും ഉണ്ട് സർജറി അവോയ്ഡ് ചെയ്യാൻ. സ്റ്റേജ് 3-ൽ വേറൊരു പ്രധാനമായ ആധുനിക ഇൻ്റർവെൻഷനാണ് PSRT അഥവാ പൾസ് സിഗ്നൽ റിപ്പയർ തെറപ്പി. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെച്ച് നമ്മുടെ തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. സ്റ്റേജ് 4 ആർത്രൈറ്റിസിൽ സർജറിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ ആർത്രൈറ്റിസ് കാരണം വളവുണ്ടെങ്കിൽ യൂഷ്വലി ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി കാരണം അത് നേരെയാക്കാൻ സഹായിക്കുമെങ്കിലും കുറച്ചും കൂടെ സിംറ്റമാറ്റിക് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത പേഷ്യൻറ്റിന് ഒന്നെങ്കിൽ യൂണി കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കംപ്ലീറ്റ് അഥവാ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായി വരും. ഒരു സ്റ്റേജ് 4 ആർത്രൈറ്റിസ് സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ് സർജറി ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തേയ്മാനം വർദ്ധിക്കാനും കാലിലെ ഡിഫോമിറ്റി അഥവാ വളവ് കൂടാനും ഡെയിലി ആക്ടിവിറ്റീസ് വളരെയധികം പെയിൻഫുൾ ആക്കാനും സാധ്യതയുണ്ട്. ഇത് കാരണം ജോയിൻറ്റ് പ്രിസർവേഷൻ അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം ജോയിൻറ്റ് പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഐഡിയ നമ്മൾ ഏത് സ്റ്റേജിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നതും അത് ചുറ്റുമുള്ള മസിൽ സ്ട്രെങ്തനിങ്ങും നമ്മുടെ കാർട്ടിലേജിൻ്റെ തേയ്മാനം കുറയ്ക്കുക എന്നുള്ളതുമാണ്.